അമ്മയുമായിട്ടുള്ള അരുന്ധതിയുടെ ബന്ധം എന്ന് പറയുന്നത് അത് കേവലമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നില്ല. ഒന്ന്, ഈ അമ്മ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഫ്രീക്ക് ആയിരുന്നു. അവരൊരു ഏകാധിപതിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൾട്ട് ഫിഗർ ആയിരുന്നു. അവരുടെ ആജ്ഞയ്ക്ക് അനുസരിച്ച് മാത്രം നിൽക്കുന്നവർ അവിടെ നിന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഈ വിദ്യാഭ്യാസം സിദ്ധിക്കാത്ത പോലും ഉള്ള സാധാരണ സ്ത്രീകളെ പോലെ തന്നെ മകനോട് മറ്റൊരു തരത്തിലൊരു അടുപ്പം കൂടുതലുണ്ടായിരുന്നു. അതേസമയം മകനും മകളും ഒരുപക്ഷെ തനിക്ക് ആവശ്യമില്ലാത്തവരാണ് എന്ന് അവർക്കൊരുപക്ഷെ തോന്നിയിരുന്നു. തൻ്റെ ഭർത്താവ് ഒരു മദ്യപനായി മാറുന്നതും തുടർന്ന് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകളും എല്ലാം തന്നെ അത് അരുന്ധതി റോയ് കൂടി അതിന് ഉത്തരവാദിയാണെന്ന് എങ്ങനെയോ അവർ ധരിച്ചു വെച്ചിരുന്നതായി നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പല പ്രാവശ്യം അബോർഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിനെ എല്ലാം മറികടന്നെത്തിയ ഒരു കുഞ്ഞായിരുന്നു അരുന്ധതി എന്ന് പിൽക്കാലത്ത് അമ്മ പറഞ്ഞ് തന്നെ അവർ അറിയുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈം സ്പാനാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ വലിയൊരു കോൺഫ്ലിക്റ്റ് അതിനകത്ത് ഈ 2 സ്ത്രീകൾ തമ്മിൽ നടക്കുന്നുണ്ട്. അരുന്ധതി റബലാകുന്നത് കേവലം ഒരു ടീനേജറിൻ്റെ റബലിയൻ എന്നുള്ള നിലയിലല്ല, മറിച്ച് ഈ അമ്മ സ്വരൂപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അദമ്യമായ ഒരു വാഞ്ച അവരിലുണ്ടായി എന്നുള്ളത്. മറ്റൊന്ന്, ഒരു ആബ്സെൻറ്റ് ഫാദർ, ഒരു അച്ഛനെക്കുറിച്ച് ഉള്ള ഒരു ബോധം. 3 വയസ്സിലോ മറ്റോ ആണ് അരുന്ധതി റോയ് അവസാനമായിട്ട് അച്ഛനെ കാണുന്നത്. അച്ഛനെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് ക്രമേണ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അരുന്ധതി റോയ് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ അമ്മ എന്ന് പറയുന്നത് കേവലം ആദർശപരതയ്ക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് മെറ്റീരിയലിസ്റ്റിക്കായുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ബന്ധുക്കളുമായിട്ടുള്ള ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു കാര്യം നിശ്ചയിച്ചാൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ശ്രമങ്ങൾ ഒക്കെ അവർ ഈ കുട്ടിക്കാലത്ത് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു എസ്കേപ്പ് വെലോസിറ്റി നേടേണ്ട ഒരു ആവശ്യം അവർക്ക് അനുഭവപ്പെടുകയും അവർ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മയുമായിട്ടുള്ളൊരു റീകൺസീലിയേഷൻ ഒരു ടൈമിലേക്ക് നോക്കുമ്പോൾ അരുന്ധതി വീണ്ടും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അമ്മ ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ ഒരുപക്ഷെ ഒരു സുറിയൻ ക്രിസ്ത്യാനി സ്ത്രീയുടെ ഉള്ളിൽ, ഒരു തറവാട്ടമ്മയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സവർണബോധം അവരെ നിരന്തരം മറ്റ് സ്ത്രീകളെ, അവിടെ ജോലിക്കായി വരുന്ന സ്ത്രീകളെ ദളിത് വിശേഷണ നാമങ്ങൾ ഉപയോഗിച്ച് നിരന്തരം ശകാരിക്കുന്നത് അരുന്ധതി റോയ് കേൾക്കുന്നുണ്ട്. അതോടുകൂടി അരുന്ധതി റോയിയുടെ ദേഷ്യം വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് ഒരിക്കലും തന്നെ അവസാനിക്കുന്നില്ല. മറ്റൊരർത്ഥത്തിൽ ഇനി നേരെ മറിച്ച് 2-3 സന്ദർഭങ്ങളിൽ ഈ പുസ്തകത്തിനുള്ളിൽ അരുന്ധതി പറയുന്നുണ്ട്, മേരി റോയി തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞാണ് ആളുകൾ എന്നെ കാണുന്നത്, നീ എന്നേക്കാൾ വളർന്നുവല്ലേ. അപ്പോൾ 2 ഈഗോകൾ തമ്മിലുള്ള, ഒരുപക്ഷെ ഒരു ഈഗോ, അരുന്ധതി റോയി അമ്മയോട് കാണിക്കാത്ത ഈഗോ, പക്ഷേ അവർക്ക് വലിയൊരു ഈഗോ വന്നിട്ട് അരുന്ധതി റോയിയെ കീഴ്പ്പെടുത്താനുള്ളൊരു ശ്രമം അവർ നടത്തുന്നുണ്ട്. പല ആശുപത്രിയിലെ രംഗങ്ങളിലും സ്കൂളിലെ രംഗങ്ങളിലുമൊക്കെ അരുന്ധതി റോയിയെ നേരിട്ട് ആക്രമിക്കുമ്പോൾ നീ എന്നേക്കാൾ വളർന്നു എന്ന് ശകാരിക്കുന്നു. മറ്റുള്ളവരോട് ഞാൻ അരുന്ധതി റോയിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞ് തൻ്റെ സ്ഥാനം സ്വയം താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അവർ ഒരു തരത്തിലുള്ള ഒരു മെസോക്കിസ്റ്റായിട്ടുള്ള ഒരു സാഡിസവും മസോക്കിസവും ഒരുപോലെ വരുന്ന വേദന അനുഭവിച്ച് അതിൻ്റെ ഒരു സന്തോഷം അവർ അനുഭവിക്കുന്നുള്ളതായിട്ട് പറയുന്നു. അച്ഛനെ കാണുന്നത് ഡൽഹിയിൽ ഒരു ചെറിയ ഹോട്ടലിൽ വെച്ചിട്ടാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം അരുന്ധതി റോയ് കാണുന്നത്. അച്ഛനെ മിക്കി റോയി എന്നാണ് വിളിക്കുന്നത്. അതിനൊരു പേര്, അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ പേര് പലപ്പോഴും പറയുന്നില്ല, മിക്കി റോയ്. ആ മിക്കി റോയ് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് മനസ്സിലാകും. മിക്കി എന്ന് പറയുന്ന വാക്ക് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് മിക്കി മൗസ് എന്ന് പറയുന്ന ഡിസ്നി ക്യാരക്ടറിനെയാണ്. മിക്കി റോയ് എന്ന് പറയുമ്പോൾ തന്നെ അരുന്ധതി റോയ് തൻ്റെ അച്ഛനെ വിവരിക്കുന്നത് പെൻസിൽ പോലുള്ള 2 കാലുകൾ, വലിയ ചെവി, അത് ഞാനും ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്കി മൗസിനെയാണ്, അച്ഛനെ അല്ല, മിക്കി മൗസിനെ പോലുള്ളൊരു രൂപത്തെയാണ്, അത്രയധികം ഒരുപക്ഷെ ഹാസ്യാത്മകവും അതേ കാർട്ടൂണിഷും അല്ലെങ്കിൽ ഒരുപക്ഷെ ബാലിശവുമായിട്ടുള്ള രൂപമാണ് തൻ്റെ പിതാവിന് ഉള്ളത് എന്ന് പറയുകയും
ആ അച്ഛൻ എന്ന് പറയുന്ന രൂപത്തെ അച്ഛനായി അംഗീകരിക്കാതെ അയാളൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, പ്ലീസ് കോൾ മീ ഫാദർ, പപ്പ, എന്നെ പപ്പ എന്ന് വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. കാരണം അരുന്ധതി വിളിക്കുന്നതെല്ലാം മിക്കി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അച്ഛനെ അംഗീകരിക്കുമ്പോൾ പോലും അംഗീകരിക്കാതിരിക്കാനുള്ളൊരു പ്രവണത കൂടി അരുന്ധതി റോയിയിൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെ വളരെ ആർദ്രമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കവേ തന്നെ ഒരുപക്ഷെ സ്വയം സൃഷ്ടിച്ച ഒരു ജീവിതം ആണ് തൻ്റെ ശക്തി എന്ന് തിരിച്ചറിയുന്ന ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ് അരുന്ധതി റോയ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കൾട്ട് ഫിഗേഴ്സ് തമ്മിലുള്ളൊരു സംഘർഷമായിട്ടാണ് എനിക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കേരളം, ഒപ്പം ഞാൻ പറയുകയുണ്ടായി, ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട ഒരു മലയാള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇത് സവിശേഷമായ രീതിയിൽ മലയാളികൾ ഇതിനകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഇതൊരു മലയാള പുസ്തകത്തിന് കിട്ടുന്നതോ അതിലുപരിയായിട്ടുള്ളൊരു പ്രശസ്തി ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. സമാന്തരമായിട്ട് ഞാൻ നോക്കുന്നത്, ഈ പുസ്തകത്തിന് അന്താരാഷ്ട്ര വേദിയിൽ വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിയ ബുക്ക് ടൂർസ്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബുക്ക് യാത്രകളാണ്, അതിൻ്റെ പ്രചരണ യാത്രകളാണ്. അപ്പോൾ മറ്റുള്ള സന്ദർഭങ്ങളെ അപേക്ഷിച്ച് അരുന്ധതി റോയി ഈ കഥയെ ആവർത്തിക്കുന്നു. അവർക്ക് പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പുസ്തകം അത്രയധികം എക്സ്പ്ലിസിറ്റാണ്, വളരെയധികം സെൽഫ് റിവീലിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. അതിനകത്ത് ഈ ആന്തരികമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള അടരുകളൊന്നും തന്നെ ഇല്ല. വേണമെങ്കിൽ നമുക്കിതുപോലുള്ള ഇടിപ്പൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കതിനകത്ത് നിന്ന് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ ഒരു ആഘോഷപരമായിട്ടുള്ളൊരു വായനയാണ് ഇതുവരെ കാണുന്നത്. വിമർശനപരമായിട്ടുള്ളൊരു വായന ഞാൻ ഇതുവരെയും കണ്ടില്ല. ഇത് പർവ്വതത്തോളം ഉയരമുള്ള ഒരു മേരി റോയി എന്നുള്ള വ്യക്തിത്വത്തെ, ഒരുപക്ഷെ അതിനേക്കാൾ വലിയ ഒരു ശിഖരം ഉള്ള ആ ഒരു പ്രശസ്തിയുള്ള അരുന്ധതി റോയി എന്ന് പറയുന്ന മകൾ അവരെക്കുറിച്ച് എഴുതുന്നു എന്നുള്ളൊരു നറേറ്റീവിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോഴത്തെ സംസാരങ്ങളെല്ലാം നടക്കുന്നത്. അരുന്ധതി റോയിയെ പുനർവായന നടത്തേണ്ട ഒരു സാഹചര്യം ഈ പുസ്തകം ക്രമേണ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നുണ്ട്. പ്രിവിലേജ് എന്ന് പറയുന്ന വാക്ക് ഈ പുസ്തകത്തിനകത്ത് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അതും ഒരുപക്ഷെ അത് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ പോലും ആ പുസ്തകം വായിക്കപ്പെടുമ്പോൾ ഈ പ്രിവിലേജ് എന്ന് പറയുന്നൊരു വിഷയം ചർച്ചയ്ക്ക് സ്വാഭാവികമായും വരുമായിരുന്നു. അപ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് അരുന്ധതി വളരെ സൂക്ഷ്മമായും സൂക്ഷിച്ചു എഴുതിയൊരു പുസ്തകമാണിത്. കാരണം ഇത് കേവലമായൊരു കഥ പറച്ചിലല്ല, മറിച്ച് ഇതിനകത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരുപാട് മേഖലകൾ ഈ എഴുത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ ഗ്യാപ്പ് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എഴുത്ത് ആ രീതിയിൽ പോയിട്ടുള്ളതാകണം എന്ന് ഞാൻ കരുതുന്നു.